come forward and the spouses. Hope you have a happy birthday. So special day. Just the children. Can all the grandchildren and great-grandchildren join? എനിക്ക് അറിയാവുന്നതൊക്കെ പറയാനാണ് എന്നോട് പറഞ്ഞത്. അപ്പം അറിയാനായിട്ട് ഞാൻ തുടങ്ങിയത് ഒരുപാട് കാലം കഴിഞ്ഞു. എന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ 14 വയസ്സ് വ്യത്യാസമുണ്ട്. 14 വയസ്സ് ഞാൻ മനസ്സിലാക്കി. കണ്ടെത്തുന്നില്ല. ഞാൻ ജനിച്ചപ്പോഴത്തേക്കും പേജസിന്റെ ഒക്കെ കോളേജൊക്കെ ആയിട്ടാണ്. 14 പറഞ്ഞാൽ 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ വരുമ്പോൾ ഒന്നും അവിടെ കാണത്തുമില്ല. ഞാൻ ഈ വിവരങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് കടലാസം അതൊന്നും എടുക്കട്ടെ. അല്ല പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും പിന്നെ ബിജുവിനെ കുട്ടിയെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ എന്തോ പറയണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് ബൈബിളൊക്കെ ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് വായിക്കുമ്പോഴത്തേക്കും 8 സഹോദരന്മാരും 5 സഹോദരിമാരുമാണ്. അതിൽ 2 പേരെ ഇപ്പോൾ ഇവിടെ കാണിച്ചത് മരിച്ചുപോയി. അടുത്ത കാലത്ത് മരിച്ച ജോർജിനെ ഇവിടെ കാണിച്ചത്. ചേച്ചോളിനെ പറ്റി പറയുമ്പോൾ ചാക്കോച്ചൻ പറഞ്ഞത് കൂടാതെ എനിക്ക് പറയാൻ വളരെ ടെക്നിക്കുകളുടെ ഉടമയാണ്. ഞങ്ങൾ കരുവാനുള്ള തോട്ടത്തിൻ്റെ ഭയങ്കര സമരങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ മാമച്ചൻ ചേട്ടൻ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. Few of his experiences for the past 90 years. So I'm going to hand over the mic to Daddy. നമുക്ക് ഡാഡിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. As I states, another close relatives and very close friends, let me wish you all of you, my Easter wishes. 90 വയസ്സുള്ള എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറയാം. എൻ്റെ വിദ്യാഭ്യാസകാലം പ്രൈമറി സ്കൂൾ ഇൻ മനോരമ MD സെമിനാരി സ്കൂളിലായിരുന്നു. അതിനുശേഷം മിഡിൽ സ്കൂൾ അറ്റ് ഹോളി ഫാമിലി സ്കൂൾ. സെൻറ്റ് ജോസഫിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 125ാമത്തെ സെലിബ്രേഷൻ സെൻറ്റ് ജോസഫ് സ്കൂളിലെ നടത്തിയത് കോഴിക്കോടിലെ ലാസ്റ്റ് പാഴ്സി ഡെറൈസ് മാർഷലും ഞാനും കൂടിയായിരുന്നു. അന്നത്തെ ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൻ കൈരടി യോസിച്ചാണ് തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ ഇൻ്റർമീഡിയറ്റ് 2 കൊല്ലം ബാംഗ്ലൂർ അലോഷ്യസ് കോളേജിലും BA ഡിഗ്രി മദ്രാസ് ലോയോള കോളേജിലും ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോയോളയിലെ എൻ്റെ പഠനകാലത്ത് ടിൽ 1954 ഹോക്കി വേൾഡ് കപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ജർമ്മനിക്കായിരുന്നു. ആ കൊല്ലം ജർമ്മനിയെ തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് കൈക്കലാക്കി. ഞാൻ ഓർക്കാൻ പ്രത്യേകം കാരണം ജർമ്മനിയെ തോൽപ്പിച്ച ആ ഇന്ത്യൻ ടീം മദ്രാസിൽ വന്നപ്പോൾ ഞങ്ങളുടെ ലോയോള കോളേജിലെ ഹോക്കി ടീമുമായിട്ട് നേരിട്ട് തോറ്റു. That was a very big news in all Indian newspapers the next day. BA കംപ്ലീറ്റ് ചെയ്ത ശേഷം മദ്രാസ് ലോ കോളേജിൽ ഞാൻ ചേർന്നു. കോളേജിൽ ചേർന്ന ഫസ്റ്റ് ഡേ എനിക്ക് എൻ്റെ പപ്പായുടെ ഒരു ടെലിഗ്രാം വന്നു. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി യുവർ എൽഡസ്റ്റ് ബ്രദേഴ്സ് മാരേജ് അറ്റ് കുറവിലങ്ങാണ് യുവർ മമ്മീസ് ഹൗസ്. സോ നോ ഡിലേ, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി.
ലോ കോളേജിലെ ആദ്യ കൊല്ലം 10 മുതൽ 15 ദിവസം വരെ എനിക്ക് മാസം തോറും കോളേജിൽ ചെല്ലാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ കിട്ടിയ ദിവസമൊക്കെ ഞാൻ കുറവിലങ്ങാണ്ട് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ആയിരുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ഒരു വശം തളർന്ന് ഒരു കിടപ്പ് രോഗിയായി മാറി. പിന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ മരിക്കുകയും ചെയ്തു. ഞാനൊരു കൊല്ലം കൊണ്ട് ലോ കോളേജിൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഇയർ ലോ കോളേജിൽ വളരെ കുറച്ച് ദിവസമേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 3 കൊല്ലം കൂടി കുറവിലങ്ങാടെ ഞാൻ നിൽക്കുകയും ആ സ്ഥലം പപ്പ വിറ്റ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറി. ആ സമയത്ത് എൻ്റെയും എൽസിയുടെയും വിവാഹം നടക്കുകയും ഞാൻ താമരശ്ശേരിയിൽ ഭാര്യയുമൊത്ത് അപ്പായുടെയും അമ്മയുടെയും കൂടെ താമസമാക്കി. പിന്നീട് ഒരു വീടുണ്ടാക്കാമെന്ന് കരുതി തിരൂട്ടി എസ്റ്റേറ്റിലുള്ള അപ്പായുടെ വീടിൻ്റെ അടുത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ എനിക്ക് വീതിച്ചു തന്ന സ്ഥലത്ത് ഞാനൊരു വീടുണ്ടാക്കി. അങ്ങോട്ട് ഞങ്ങൾ താമസം മാറ്റി. അപ്പോൾ കൃഷിയുടെ കൂടെ കുറച്ച് പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് തോന്നി 3 വർഷം കോഴിക്കോട് ഡിസ്ട്രിക്ട് കേരള കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ടീന സെൻറ്റർ എന്ന പേരിൽ ഒരു 2 സ്റ്റോറി ബിൽഡിങ്സ് ഉണ്ടാക്കുകയും താമരശ്ശേരിയിൽ ഉണ്ടാക്കുകയും അവിടെ റബ്ബർ ഷീറ്റ് ആൻഡ് സ്ക്രാപ്പ് സെയിൽസ് അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഒരു അയ്യറായിരുന്നു, പട്ടർ ആയിരുന്നു അതിൻ്റെ മാനേജർ. ആ സ്ഥാപനത്തിൽ 2 റെൻ്റഡ് റൂംസ് കൂടി ഉണ്ടാക്കി ഒരു ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ഇൻ 2 റൂംസ് ആൻഡ് പിന്നെ ഒരു ഹോസ്പിറ്റൽ ബൈ ദ നെയിം ബെസ്റ്റ് ഹോസ്പിറ്റൽ. ഇത്രയും ആ ബിൽഡിങ്ങിലുണ്ടായിരുന്നു ടീന സെൻറ്ററിൽ. ടീനയുടെ പേര് ആദ്യമായിട്ട് എൻ്റെ വീട് ഇത് കൊടുത്ത് ബിൽഡിങ്ങിൽ. ഡാഡിയുടെ ഫേവറേറ്റ് കൊച്ചായതായിരിക്കും അല്ലേ ഡാഡി? യങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേവറേറ്റ്. അതെ അതെ. Now I am having nearly about 590 cents of coconut plantation with cocoa and coconut and rather good homestay by the name Skyline Homestay with 50,000 rupees every month. ഇല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു തരത്തിൽ കഴിഞ്ഞുകൂടി പോയെന്ന് മാത്രം. ഇപ്പം പിള്ളേരെയൊക്കെ ഏതായാലും ഒരുപാട് ഒരു സ്ഥലത്തൊക്കെ സംഘടിപ്പിച്ച ഒരു സ്റ്റേജിലായി. ഇനി ഞങ്ങളുടെ 90ാമത്തെ കൊല്ലം കണ്ടത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ചെയ്യുന്നത്. ഇനി വല്ലതും കിട്ടുകയാണെങ്കിൽ ദൈവത്തിനോട് ഇവിടെ അതിനൊരു ചെറിയ പാട്ട് പാടിക്കുന്നതിൻ്റെ. ഡാഡിക്കും മമ്മിക്കും ഇത്രയും കൊല്ലം കർത്താവ് നടത്തിയതിനെ ഓർത്ത് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് മമ്മിക്കും ഡാഡിക്കും ഒരുമിച്ച് ഒരു പാട്ട് പാടണമെന്നുണ്ട്. അപ്പം നമുക്ക് 2 പേർക്കും മൈക്ക് കൊടുക്കാം. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോക എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വന്നിച്ചിടാൻ പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം, സ്വസ്ഥമായി ഉറങ്ങിയാൽ സമ്പത്തിൽ മയങ്ങാതെ മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആർക്കും നഷ്ടമായ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം മാനിച്ചിടാൻ വാക്കുകൾ പോരാ, ജീവിതം പോരാ. The program, I hope all of you enjoyed. I thank you all
for coming and celebrating Daddy's 90th birthday with us. Please enjoy.